കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വാചകങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അല്ലെ. ഇന്ന് ശക്തമായി മഴ പെയ്തു എന്നെങ്ങനെയാണ് പറയേണ്ടത്? ആദ്യം സബ്ജക്റ്റും വെർബ് ഏതാണെന്ന് നോക്കാം. ഇതിൽ ഏതാണ് സബ്ജക്റ്റ്, ഏതാണെന്ന് സംശയമുണ്ടല്ലേ. അങ്ങനെയെങ്കിൽ വെർബ് ഏതാണെന്ന് നോക്കാം. പെയ്തു അതാണോ വെർബ്? അല്ല, മഴ പെയ്തു എന്നതാണ് ഇവിടെ വെർബ്. മഴ പെയ്യുക എന്ന ക്രിയയുടെ പാസ്റ്റ് ഫോമാണ് മഴ പെയ്തു. ഇംഗ്ലീഷിൽ റെയിൻഡ് എന്നാണ്. മഴ പെയ്തു എന്നതിന് റെയിൻഡ്. റെയിൻ എന്ന വാക്കിന് മഴ എന്ന അർത്ഥമുണ്ട്, മഴ പെയ്യുക എന്നും അർത്ഥമുണ്ട്. നാമവും ക്രിയയുമാണ്. ശരി, അപ്പോൾ മഴ പെയ്തു, റെയിൻഡ്. ശക്തമായി മഴ പെയ്തു, റെയിൻഡ് ഹെവിലി. ഇന്ന്, ടുഡേ. റെയിൻഡ് ഹെവിലി ടുഡേ. അങ്ങനെ പറഞ്ഞാൽ കംപ്ലീറ്റ് ആകുന്നുണ്ടോ? ഇല്ല. സബ്ജക്റ്റ് ഇല്ലാതെ സെന്റൻസ് ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ആകത്തില്ല. മലയാളത്തിൽ നമുക്ക് സബ്ജക്റ്റ് ഇല്ലാതെ തന്നെ അത് കംപ്ലീറ്റ് ആണ് അല്ലെ. ഇന്ന് ശക്തമായി മഴ പെയ്തു. പക്ഷെ ഇംഗ്ലീഷിൽ റെയിൻഡ് ഹെവിലി ടുഡേ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് അല്ല സെന്റൻസ്. നമുക്ക് അവിടെ സബ്ജക്റ്റ് ഇല്ല, പക്ഷെ നമുക്ക് സബ്ജക്റ്റ് വേണം. അപ്പൊ അതിനെന്താണ് ചെയ്യുന്നത്? അതിന് നമ്മൾ ഒരു സബ്ജക്ട് പ്രൊനൗൺ ഉപയോഗിക്കണം. ഒരു പ്രൊനൗൺ, അതായത് ഇറ്റ് എന്ന ഒരു വാക്ക് നമ്മളവിടെ ഉപയോഗിക്കണം. അപ്പോൾ എങ്ങനെ വരും? ഇറ്റ് റെയിൻഡ് ഹെവിലി ടുഡേ. ഇറ്റ് റെയിൻഡ് ഹെവിലി ടുഡേ. ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി ഇന്നലെ മഴ പെയ്തില്ല, അതെങ്ങനെ പറയും? ഒരു കാര്യം ചെയ്തില്ല അല്ലെങ്കിൽ സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഡിഡിന്റ്. ഇവിടെയും നമ്മൾ ഇറ്റ് എന്ന പ്രൊനൗൺ ഉപയോഗിച്ച് വേണം തുടങ്ങാൻ. അപ്പോൾ ഇറ്റ് ഡിഡിന്റ് റെയിൻ ഇന്നലെ, യെസ്റ്റർഡേ. ഇറ്റ് ഡിഡിന്റ് റെയിൻ യെസ്റ്റർഡേ. ഇറ്റ് ഡിഡിന്റ് റെയിൻഡ് എന്ന് പറയരുത്. ഡിഡിന്റ് പറഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇറ്റ് ഡിഡിന്റ് റെയിൻ യെസ്റ്റർഡേ. എനിബഡി, എവരിബഡി, സംബഡി, നോബഡി, എനിവൺ, എവരിവൺ, സംവൺ, നോ വൺ. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ? എങ്കിൽ നമുക്കതൊന്ന് നോക്കിക്കളയാം. ആദ്യം നമുക്ക് എനിബഡി അത് നോക്കാം. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. ഒന്ന് ആരെങ്കിലും എന്നാണ്. ആരെങ്കിലും എന്റെ പേന എടുത്തോ? ഡിഡ് എനിവൺ ടേക്ക് മൈ പെൻ? ഇവിടെ ഡിഡിന്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഡിഡ് പറഞ്ഞിട്ടും നമ്മൾ ക്രിയയുടെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പോലെ. ഡിഡ് എനിവൺ ടുക്ക് മൈ പെൻ ചോദിക്കരുത്. ഡിഡ് എനിവൺ ടേക്ക് മൈ പെൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിബഡി അല്ലെങ്കിൽ എനിവൺ രണ്ടിനും ഒരേ അർത്ഥമാണ്. ആരെങ്കിലും എന്നൊരർത്ഥമാണ്. ഇനി അടുത്ത അർത്ഥം ആർക്കെങ്കിലും. ആർക്കെങ്കിലും എന്റെ പേന എവിടെയാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ എന്റെ പേന എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഡസ് എനിബഡി നോ വേർ മൈ പെൻ ഈസ്? ഇവിടെ എനിബഡി എന്നതിന് ആർക്കെങ്കിലും എന്ന ഒരർത്ഥമാണ്. എനിബഡി നോ വേർ ഈസ് മൈ പെൻ എന്ന് ചോദിക്കരുത്. വേർ ഈസ് മൈ പെൻ എന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എന്റെ പേന എവിടെ, വേർ ഈസ് മൈ പെൻ. എന്നാൽ എന്റെ പേന എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ ചോദ്യം മാറി വരുമ്പോൾ വേർ മൈ പെൻ ഈസ് എന്ന് അവസാനം വരണം. ഡസ് എനിബഡി നോ വേർ മൈ പെൻ ഈസ്? അങ്ങനെ വേണം പറയാനായിട്ട്. ഇനി മറ്റൊരർത്ഥമുള്ളത് ആരോടെങ്കിലും എന്നതാണ്. ആരെങ്കിലും, ആർക്കെങ്കിലും, ആരോടെങ്കിലും. ഓക്കെ, ആരോടെങ്കിലും. നീ ഇതേക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞോ? നീ ഇതേക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞോ? ഡിഡ് യു ടെൽ എനിബഡി അബൌട്ട് ദിസ്? അല്ലെങ്കിൽ ഡിഡ് യു ടെൽ എനിവൺ അബൌട്ട് ദിസ്? ഇവിടെ ആരോടെങ്കിലും എന്ന അർത്ഥമാണ് ആ വാക്കിനുള്ളത്. ഇനി മറ്റൊരർത്ഥവും കൂടിയുണ്ട്, ആരെയെങ്കിലും. ആരെയെങ്കിലും. ഇതിനു മുമ്പ് നീ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഹാവ് യു ലവ്ഡ് എനിബഡി ബിഫോർ ദിസ്? അല്ലെങ്കിൽ ഹാവ് യു ലവ്ഡ് എനിവൺ ബിഫോർ ദിസ്? അപ്പോൾ ഇങ്ങനെ ഒരു 4 അർത്ഥങ്ങളിൽ നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം. എനിബഡി അല്ലെങ്കിൽ എനിവൺ. അത് നമുക്ക് ഇഷ്ടം പോലെ എനിബഡി എന്നോ എനിവൺ എന്നോ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. അടുത്തത് എവരിബഡി അല്ലെങ്കിൽ എവരി വൺ. അത് രണ്ടിനും ഒരു അർത്ഥം തന്നെയാണ്. എന്തൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥങ്ങൾ? ഒന്ന്, എല്ലാവരും. എല്ലാവരും അവളെ ഒരുപാട് സ്നേഹിച്ചു. ആദ്യം സബ്ജക്റ്റും വെർബ്. അത് ആ ഒരു പാറ്റേൺ എപ്പോഴും നമ്മൾ ഓർക്കണം. എല്ലാവരും സ്നേഹിച്ചു. എവരിബഡി ലവ്ഡ് അവളെ, ഹെർ. എവരിബഡി ലവ്ഡ് ഹെർ വെരി മച്ച്, വളരെയധികം അല്ലെ, വളരെ ഒരുപാട് സ്നേഹിച്ചു. എവരിബഡി ലവ്ഡ് ഹെർ വെരി മച്ച് അല്ലെങ്കിൽ എവരി വൺ ലവ്ഡ് ഹെർ വെരി മച്ച്. ഇനി മറ്റൊരർത്ഥം എല്ലാവരോടും എന്നാണ്. എല്ലാവരോടും. ഞാൻ എല്ലാവരോടും ചോദിച്ചു. ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ് എല്ലാവരോടും. എവരിബഡി, ഐ ആസ്ക്ഡ് എവരിബഡി. അപ്പോൾ ഇവിടെ എല്ലാവരോടും എന്ന അർത്ഥമാണ് ഈ വാക്കിനുള്ളത്. ഐ ആസ്ക്ഡ് എവരി വൺ എന്നും നമുക്ക് പറയാം. ഈ മറ്റൊരർത്ഥം എല്ലാവർക്കും എന്നാണ്. എല്ലാവർക്കും. എല്ലാവർക്കും ഇത് കാണാമോ? ക്യാൻ എവരിബഡി സീ ദിസ്? ഇവിടെ ഈ സി എന്ന വാക്കിന്റെ സ്പെല്ലിങ് SEE ആണ് അല്ലെ. സി, കാണുക എന്ന ഒരു വെർബാണ് അത്. എന്നാൽ വേറൊരു സി ഉണ്ട്, അതൊരു നൗണാണ്.
അതിന്റെ സ്പെല്ലിംഗ് SEAC, അത് കടലാണ്. അപ്പോൾ ആ വ്യത്യാസം ഓർക്കണം. ഇനി ഇതിന് മറ്റൊരർത്ഥമുള്ളത് എല്ലാവരെയും എന്നാണ്. ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചു. ഞങ്ങൾ ക്ഷണിച്ചു. We invited everybody. എല്ലാവരെയും. We invited everybody അല്ലെങ്കിൽ we invited everyone. ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചു. അപ്പോൾ എല്ലാവരും, എല്ലാവരോടും, എല്ലാവർക്കും, എല്ലാവരെയും എന്നിങ്ങനെ 4 അർത്ഥങ്ങളാണ് ഈ വാക്കുകൾക്കുള്ളത്. എവരിബഡി അല്ലെങ്കിൽ എവരി വൺ. അടുത്തത് സംബഡി അല്ലെങ്കിൽ സംവൺ. അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ആരോ, ആരോ, ആരോ എന്റെ കുട മോഷ്ടിച്ചു. സംബഡി മോഷ്ടിച്ചു. സ്റ്റോൾ. സംബഡി സ്റ്റോൾ മൈ അംബ്രല. ആരോ എന്റെ കുട മോഷ്ടിച്ചു. സ്റ്റോൾ എന്നത് സ്റ്റീൽ എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമാണ്. സ്റ്റീൽ, STEAL, സ്റ്റീൽ. വേറൊരു സ്റ്റീൽ ഉണ്ട്, STEEL, സ്റ്റീൽ. അതെന്താണ്? നമ്മൾ സ്റ്റീൽ പാത്രം എന്നൊക്കെ പറയില്ലേ, ആ സ്റ്റീലാണ് അത്. അപ്പൊ അത് മാറിപ്പോരുത്. അപ്പോൾ ആരോ എന്നാണ് ഇവിടെ ഈ സംബഡി അല്ലെങ്കിൽ സംവൺ എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ മറ്റൊരർത്ഥം ആരെയോ എന്നാണ്. ആരോ, ആരെയോ. ആരെയോ എന്നിങ്ങനെ വാചകത്തിൽ പറയും നമ്മള്. അടുക്കളയിൽ ഞാൻ ആരെയോ കണ്ടു. I saw, ഞാൻ കണ്ടു അല്ലെ. I saw somebody in the kitchen. അല്ലെങ്കിൽ I saw someone in the kitchen. അടുക്കളയിൽ ഞാൻ ആരെയോ കണ്ടു. മറ്റൊരർത്ഥം ആരെങ്കിലും എന്നാണ്. ആരെങ്കിലും. ഈ വാക്കിനും അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ആരെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. ആരെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. Somebody should take responsibility for this. Somebody അല്ലെങ്കിൽ someone should take responsibility for this. ഓക്കെ. ഇനി ആരോടെങ്കിലും എന്ന അർത്ഥമുണ്ട്. അതെങ്ങനെയാണ്? ഇതേക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക. ഇതേക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക. പ്ലീസ് ആസ്ക് സംബഡി അബൌട്ട് ദിസ്. അല്ലെങ്കിൽ പ്ലീസ് ആസ്ക് സംവൺ അബൌട്ട് ദിസ്. ആരോടെങ്കിലും. ഇനി ആർക്കെങ്കിലും എന്ന അർത്ഥമുണ്ട്. ആർക്കെങ്കിലും ഇതൊന്ന് വിശദീകരിക്കാമോ? ക്യാൻ സംബഡി പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്. അല്ലെങ്കിൽ ക്യാൻ സംവൺ പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്. ആർക്കെങ്കിലും ഇതൊന്ന് വിശദീകരിക്കാമോ? ഇതൊന്ന് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു റിക്വസ്റ്റ് പോലെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്ലീസ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ചേർത്താൽ മതിയോ? ക്യാൻ സംബഡി പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്. ഇനി ആരെയെങ്കിലും എന്ന അർത്ഥത്തിലും ഈ സംബഡി അല്ലെങ്കിൽ സംവൺ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. നീ ആരെയെങ്കിലും വിളിച്ചോ? ഡിഡ് യു കോൾ സംബഡി? അല്ലെങ്കിൽ ഡിഡ് യു കോൾ സംവൺ? ഡിഡ് യു കോൾഡ് സംബഡി എന്നല്ല, ഡിഡ് യു കോൾ സംവൺ. അവസാനമായി നോബഡി. നോബഡി അല്ലെങ്കിൽ നോ വൺ. നോബഡി ഒരു വാക്കാണ്, ഒറ്റ വാക്കാണ്. നോ വൺ 2 വാക്കാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ അർത്ഥം ആർക്കും. ഒരർത്ഥം ആർക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം ആർക്കും അറിയില്ല. Nobody knows the answer to that question. അല്ലെങ്കിൽ no one knows the answer to that question. Nobody അല്ലെങ്കിൽ no one എന്നുള്ളത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ നോ എന്ന് പറയാതെ നോസ് എന്ന് പറയുന്നത്, എസ് ചേർത്ത് പറയുന്നത്. ഇനി മറ്റൊരു അർത്ഥമുള്ളത് ആരും എന്നാണ്. ആരും. ആരും ഇതിനു മുമ്പ് ഇവിടം സന്ദർശിച്ചിട്ടില്ല. Nobody has visited here before. അല്ലെങ്കിൽ no one has visited here before. ഓക്കെ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അനിതര സാധാരണമായ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.